ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ മെസ്സിയുടെ അർജൻറ്റീന തോറ്റു. പക്ഷേ അത് പറയാനല്ല ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ പഞ്ചായത്തായ തച്ചമ്പാറ പഞ്ചായത്തിൽ ഇതുവരെ 81 ഡെങ്കിപ്പനി കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അണിചേരാം ആറാഴ്ച ഡെങ്കിപ്പനി പ്രതിരോധ കർമ്മ പരിപാടി എന്ന് പറയുന്ന ഒരു വലിയ പ്രോഗ്രാം അവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. 1979 കരിമ്പ, കാരാവർശി, കാഞ്ഞിരപ്പുഴ എന്നീ പഞ്ചായത്തുകളിലെ കുറച്ച് വാർഡുകൾ ചേർത്തുകൊണ്ട് തച്ചമ്പാറ പഞ്ചായത്ത് രൂപീകരിക്കുന്നത്. അതിന് ഗവൺമെൻറ് ഒരു അഡ്ഹോക് കമ്മിറ്റി, 5 അംഗ കമ്മിറ്റി രൂപീകരിക്കേണ്ടായി. അതിൻ്റെ പ്രസിഡൻ്റായിട്ട് പരേതനായ AP ഹംസ ex-MLA സാഹിബായിരുന്നു. പിന്നീട് 80 തെരഞ്ഞെടുപ്പ് വരികയും തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്നത് BP ജയരാജ് പെരുമാൾ എന്ന് പറയുന്ന പരേതനായ ജയരാജ് പെരുമാൾ അവർകളായി പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് ആയിരുന്നു. 15 വാർഡുകളുണ്ട് പഞ്ചായത്തിൽ. 2021 പഴയ സെൻസസ് പ്രകാരം 22,445 ജനസംഖ്യ. ഇവിടെ 15 വാർഡുകളിൽ 21 അംഗൻവാടി പ്രവർത്തിക്കുന്നുണ്ട്, 7 സ്കൂളുകളുണ്ട്. പക്ഷേ ഒരൊറ്റ ആശുപത്രി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 2000 ആണ്ടോട് കൂടിയിട്ടാണ് മണ്ണാർക്കാട് താലൂക്കിൽ വലിയൊരു ഡെങ്കി അറ്റാക്ക് ഉണ്ടായത്. 2003 ഓർമ്മിക്കുന്നുണ്ടാവും നിങ്ങൾ. അലനല്ലൂരിൽ നിരവധി പേരുടെ മരണത്തിന് വരെ ഈടാക്കിയ ഡെങ്കി അറ്റാക്ക്. അവിടെ നിന്നാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഡെങ്കിപ്പനിയുടെ ഭീകരാവസ്ഥയെക്കുറിച്ച് മനസ്സിലാവുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെതിരെ ഡെങ്കിപ്പനി എന്ന് പറയുന്നത് ഈഡിസ് ഈജിപ്റ്റി എന്ന് പറയുന്ന ഈഡിസ് ആൽബോപിറ്റസ് എന്ന് പറയുന്ന 2 തരം കൊതുകുകൾ പരത്തുന്ന ഒരു രോഗമാണ്. അപ്പോൾ ഈ ഈഡിസ് ഈജിപ്റ്റി എന്ന് പറയുന്ന കൊതുക് ശരിക്കും പറഞ്ഞാൽ അർബൻ വെക്ടറാണ്. ഈഡിസ് ആൽബോപിറ്റസ് ആണ് റൂറൽ വെക്ടർ. പക്ഷേ ഇപ്പോൾ ഈ റൂറൽ വെക്ടർ എന്ന നിലയിൽ ഗ്രാമപ്രദേശങ്ങളിൽ രണ്ടും കാണുന്നുണ്ട്. ഈഡിസ് ഈജിപ്റ്റിയും ഈഡിസ് ആൽബോപിറ്റസും ഏതാണ്ട് തുല്യ രീതിയിൽ തന്നെ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ചെയ്യാനുള്ള ഒരൊറ്റ കാര്യം കൊതുക് കടി ഏൽക്കാതിരിക്കുക, കൊതുക് വളരുന്ന സാഹചര്യം ഇല്ലാതാക്കുക, ആഴ്ചയിലൊരിക്കൽ നമ്മുടെ വീടും പരിസരം വൃത്തിയാക്കുന്ന ഡ്രൈ ഡേ പരിപാടി ആചരിക്കുക. ഏതെങ്കിലും കാരണവശാൽ നമുക്ക് പനിയോ മറ്റ് അസുഖങ്ങളോ പിടിപെട്ടാൽ സ്വയം ചികിത്സ ഇല്ലാതെ ഏറ്റവും അടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രമോ ഏതെങ്കിലും ആശുപത്രികളുമായി ബന്ധപ്പെട്ട് ചികിത്സ തേടുക. ഇത് മാത്രമാണ് നമ്മുടെ മുൻപിലുള്ള പോംവഴി. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടും പരിസരത്തും ഈ കൊതുക് വളരുന്ന സാഹചര്യം ഇല്ലാതാക്കാനുള്ള എല്ലാ പ്രതിരോധ പ്രവർത്തനങ്ങളിലും നമ്മുടെ പഞ്ചായത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നെൽസൺ സാറിൻ്റെയും അതേപോലെ തന്നെ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീ ബെർലിറ്റ് മാത്യുവിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ കർമ്മ പരിപാടിക്ക് പൊതുജനങ്ങൾ എന്ന നിലയിലുള്ള എല്ലാവിധ സപ്പോർട്ടും നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ട. കാരണം ഇതിൻ്റെ അപകടം എന്ന് പറയുന്നത് ഈഡിസ് ഈജിപ്റ്റി മുട്ടയിട്ട് പെരുകുന്നത് നമ്മുടെ ചെറിയ കണ്ടെയ്നറുകൾ കെട്ടി നിൽക്കുന്ന വെള്ളത്തിലാണെങ്കിൽ, ആൽബോപിറ്റസ് നേരെ മറിച്ചാണ് വലിയ ഓപ്പൺ പ്ലേസുകളിൽ, അതായത് ഓപ്പൺ ടെറസുകളിൽ, വലിയ ഡ്രമ്മുകളിൽ കെട്ടി നിൽക്കുന്ന വലിയ വെള്ളത്തിലൊക്കെയാണ് ആൽബോപിറ്റസ് മുട്ടയിട്ട് വളരുന്നത്. അപ്പോൾ 2 തരത്തിലുള്ള കൊതുക് നശീകരണ പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒന്ന്, നമ്മൾ തന്നെ നമ്മുടെ വീടും പരിസരമൊക്കെ വൃത്തിയായി കൊതുക് വളരുന്ന സാഹചര്യം ഇല്ലാതാക്കുക. 2, ഗവൺമെൻറ്റിൻ്റെയും പഞ്ചായത്തിൻ്റെയും പൊതുജനങ്ങളുടെയും ഒരുമിച്ചുള്ള പ്രതിരോധ നടപടികളിലൂടെ വെള്ളം കെട്ടി നിൽക്കുന്ന പൊതുവായ സ്ഥലങ്ങളിലെ മാലിന്യം നീക്കം ചെയ്തുകൊണ്ട് വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥ ഇല്ലാതാക്കുക എന്നുള്ളത് കൂടി ഇതിൻ്റെ പുറകിലുള്ള ഒരു ഉദ്ദേശമുണ്ട്. അപ്പോൾ മറക്കരുത്, നമ്മുടെ ആരോഗ്യം നമ്മുടെ ഉത്തരവാദിത്വം. താങ്ക് യു.